وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. وقال سيدنا محمد صلى الله عليه وسلم: المرء مع من أحب. لي خمسة أطفي بها حر الوباء الحاتما: المصطفى والمرتضى وابناهما والفاطمة وعلى موعد سيدنا محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഈ വേദിയിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥന കൊണ്ട് ഈ വേദി അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ അവറുകളും, അതുപോലെ തന്നെ ഗഹനമായ വിഷയം നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച, തന്റെ ജീവിതം മുഴുവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഖാഫി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ആമുഖ സ്വാഗത ഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട മസ്ജിദുൽ അബ്റാറിലെ മുദർരിസ് ഉസ്താദ് അബ്ദുൽ ലത്തീഫ് സഖാഫി ഉസ്താദ് അവറുകൾ, മറ്റു സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സഹോദര സഹോദരിമാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഹബീബിന്റെ ചാരത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, ആഫിയത്തോടെ, അഭിമാനത്തോടെ ജീവിച്ച് അവസാനം വിട പറയുന്ന സമയത്ത് ഹബീബിനെ കണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സാധുക്കളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഒരു സുദീർഘമായ ഭാഷണത്തിന് വിനീതൻ മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ, പ്രഭാഷകന്മാർക്ക് അവർക്കുള്ള പ്രസംഗത്തിന്റെ ഒരു തുറന്നു കൊടുക്കലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ, ദീർഘമായ പ്രൗഢമായ പ്രഭാഷണം കൊണ്ട് ഈ വേദിയിൽ നമുക്ക് നസീഹത്ത് തരാനിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ വാസിഅ് ബാഖവി ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ഒരു മുഖവുര മാത്രമാണ് ഈ വിനീതനിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നവനും കേൾക്കുന്നവനും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിക്കലും അവിടത്തോട് ഇശ്ഖ് വെക്കലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ ഇഷ്ടജനങ്ങളെക്കാൾ ജീവിതത്തിൽ എന്തെല്ലാം വസ്തുക്കൾ, ഏതെല്ലാം ആളുകൾ നിങ്ങളുടെ ജീവിതത്തോട്, നിങ്ങളുടെ ജീവനോട് ഒട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ടോ അവരെക്കാൾ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലേ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ ഈമാൻ പൂർണ്ണമായെങ്കിൽ മാത്രമാണ് സ്വർഗപ്രവേശനം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ കൊതിക്കുന്ന, നമ്മളൊക്കെ അമൽ ചെയ്യുന്നത് പോലും ആ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയാണ്. ആ സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുമ്പോഴാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്: കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരിക്കുമ്പോൾ വഹുവ ആഖിദുൻ ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബിയാകുന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആരംഭ തിരുദൂതരേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി. ആരംഭ റസൂലേ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ശരീരം കഴിഞ്ഞാൽ അങ്ങയെയാണ് റസൂലല്ലാഹ്. ഇതാരംഭ റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക ഉമർ. നീ പറഞ്ഞത് നിന്റെ ശരീരം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണെന്നല്ലേ? എന്നാൽ നീ പൂർണ്ണ ഈമാൻ സിദ്ധിച്ചവനല്ല ഉമറേ. ലോകത്ത് നിന്നേക്കാൾ, നിന്റെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നീ പൂർണ്ണ മുഅ്മിനല്ല ഉമറേ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, വഇന്നഹുൽ ആന വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അങ്ങനെയാണെങ്കിൽ റസൂലല്ലാഹ്, ഈ ലോകത്ത് എന്റെ ശരീരത്തെക്കാൾ കൂടുതൽ ഞാൻ അങ്ങയാണ് സ്നേഹിക്കുന്നത് നബിയേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയുകയാണ്, അൽ ആന യാ ഉമറു, ഉമറേ, ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമായത്, ഇപ്പോഴാണ് നിങ്ങൾ പൂർണ്ണ മുഅ്മിനായത്. അതാണ് മുഅ്മിനീങ്ങളെ ആരംഭ റസൂലുള്ള പഠിപ്പിച്ചു തരുന്നത്. ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ടോ, അവന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടോ, അവനെ പോറ്റി വളർത്തിയ വാപ്പയുണ്ടോ, പ്രയാസങ്ങൾ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവന്റെ മനസ്സിന്റെ പ്രയാസങ്ങൾ തീർക്കാ അവന്റെ പൊന്നുമക്കൾ അവന്റെ ശരീരത്തിലേക്ക് ചാടി വീണ് അവന്റെ മനസ്സിലെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കുന്നവരാണ് പൊന്നുമക്കള്. ആ മക്കളെക്കാൾ ആരംഭ റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതിന്റെ ആരവങ്ങളും തോരണങ്ങളും ഒക്കെയാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ കാണുന്നത് അല്ലേ? എത്ര ചെറുപ്പക്കാരാണ് കാരണവന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടെ, ആലിമീങ്ങളെ സയ്യിദന്മാരുടെ ഉപദേശങ്ങളോടുകൂടെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ സജീവമായിട്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോ തോരണങ്ങൾ തൂക്കാൻ, അവർ റാലി നടത്താൻ, അതിലൊക്കെ പങ്കെടുക്കാൻ, ഭക്ഷണ വിതരണം ചെയ്യാൻ, അതിലൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ നൂറ്റാണ്ടുകളായി നമ്മുടെ കാലത്ത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളാണ്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന വലിയ സന്തോഷങ്ങൾ, മുത്തുനബിയോടുള്ള സന്തോഷത്തിന്റെ പേരിൽ, അവിടത്തോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഈ വിനീതൻ 10-15 ദിവസത്തോളം ലക്ഷദ്വീപിലെ കിൽത്താനിലായിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് 12 ദിവസത്തോളം പ്രഭാഷണത്തിന് വേണ്ടി അവിടേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോ അവിടുത്തെ നാട്ടുകാരുടെ ഒരു അവസ്ഥ കണ്ടു. അവര് സഫർ മാസത്തിന്റെ തുടക്കം മുതലാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഒരുക്കങ്ങൾ അവർ തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ പോലെ രാത്രിയെന്നോ പകലെന്നോ പ്രായമെന്നോ ചെറുപ്പമെന്നോ ഇല്ലാതെ എല്ലാവരും അതിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അവിടെ ഈ വിനീതിന് ക്ഷണിക്കപ്പെട്ട മദ്രസയിലെ റാലി തുടങ്ങുന്നത് ഉച്ചക്ക് 1:30 മണിക്കായി. ഉച്ചക്കൊന്ന് എല്ലാവരും ആനന്ദത്തിലും സന്തോഷത്തിലും അവർ റസൂലുള്ളാഹിയുടെ മഹബ്ബത്തിന്റെ പേരിൽ വലിയ സന്തോഷകരമാകുന്ന നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, ഒരാൾക്കും മടിയില്ല, വെള്ള വസ്ത്രം കമീസ് ധരിച്ച്, നല്ല തൊപ്പി ധരിച്ച്, നല്ല ഉഷാറായ ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ ഉച്ചക്ക് 1:30 മണിക്ക് തുടങ്ങിയ ആ നടന്നുകൊണ്ടുള്ള റാലി അവസാനിക്കുന്നത് രാത്രി 8:30 മണിക്കാണ് ആ റാലി അവസാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. അവിടെ പോയിട്ടാണ് നടക്കുന്നത്.
8-7 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായ ഒരു റാലി. എല്ലാവരും സന്തോഷത്തോടുകൂടെ മുത്ത് ഹബീബിന്റെ അപദാനങ്ങളും മധുഹുകളും ഇങ്ങനെ ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ പാടി പറഞ്ഞുകൊണ്ട് നടന്ന് സഞ്ചരിക്കുന്ന നമ്മുടെ നാട്ടിലെ വലിയ റാലി പോലെ തന്നെ 3000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു റാലി ഒരു മദ്രസയുടെ കീഴിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ നടക്കാനും ഇരിക്കാനും പ്രവർത്തിക്കാനും പറയാനും ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലൂടെ നടക്കുന്ന മൗലിദ് സദസ്സുകള്, അതല്ലേ നമ്മുടെ വീട്ടിൽ നടക്കുന്ന മൗലിദ് സദസ്സുകള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വേജാറിലാണ്, മക്കളുടെ വസ്ത്രവിധാനത്തിന്റെ കാര്യത്തിൽ വേജാറിലാണ്, മക്കൾ വഴിതെറ്റി പോകുമോ എന്ന കാര്യത്തിൽ വേജാറിലാണ്. അതിനാണ് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. അവ്വലു വാജിബിൻ അലൽ ആബാ അയ്യുഅല്ലിമു ഔലാദഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവർക്ക് അവരുടെ സ്വന്തം പേര് പഠിപ്പിച്ചു കൊടുക്കലില്ല ചെയ്യേണ്ടത്. അവരുടെ പേര് എഴുത്ത് തെറ്റാതെ എഴുതാനല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവരെ നൊന്ത് പ്രസവിച്ച ഉമ്മയെയല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവരുടെ പ്രിയപ്പെട്ട പിതാവിനെയല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മഹാന്മാര് നമുക്ക് പറഞ്ഞു തരികയാണ്, ആദ്യമായിട്ടൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു നേതാവുണ്ട്, നമുക്കൊരു രാജാതിരാജനായ റബ്ബിന്റെ ഒരു പ്രവാചകനാകുന്ന അഷ്റഫുൽ ഖൽഖായ ഒരു നേതാവ് നമുക്കുണ്ട് മക്കളെ. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൗലിദ ബിമക്ക. ആ പരിശുദ്ധ പ്രവാചകർ ജനിച്ചത് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലാണ്. ആ പരിശുദ്ധ പ്രവാചകൻ ജനിച്ചത്. വദുഫിന ബിൽ മദീന. ആ പരിശുദ്ധ പ്രവാചകൻ മറവിട്ട് കിടക്കുന്നത് അത് പരിശുദ്ധമായ മണ്ണാകുന്ന മദീന മണ്ണാ. ഇന്ന് നമ്മളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മഹാനായ സഖാഫി ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നു, മദീനത്തെ മണ്ണ് റദിയത്താണ്, മോശമാണെന്ന് പറഞ്ഞവന് മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ വ ഇമാമുൽ മദീന മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു 30 അടി അടിക്കണമെന്നാണ് മദീനത്തെ മണ്ണ് മോശമാണെന്ന് പറഞ്ഞവന് കൊടുത്ത ശിക്ഷ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തുർബത്തുൽ മദീനത്തി മുഅ്മിനാ ഖാല റസൂലുള്ളാഹ്. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ആ പരിശുദ്ധ മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യദ്ഖുലന്ന ദജ്ജാല വത്താഊൻ. എന്റെ മദീനത്തെ മണ്ണിലേക്ക് ദജ്ജാലോ താഊൻ എന്ന രോഗമോ അത് പ്രവേശിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീന മണ്ണിലാണ് മുത്തുനബി തങ്ങൾ കിടക്കുന്നത് എന്നുള്ള ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ മക്കൾ സാലിഹീങ്ങളാകുന്നത്. അപ്പോഴാണ് നമ്മുടെ മക്കൾ നാഫിയായ ഇൽമുള്ളവരാകുന്നത്. അപ്പോഴാണ് നമ്മുടെ മക്കള് ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിലെ ഖബറിന്റെ ഉള്ളറയിലേക്ക് നമ്മുടെ ശരീരം കൊണ്ടുപോയി വെച്ചാൽ അവിടെ വന്ന് ദുആ ചെയ്യുന്ന മക്കളാകുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ വാസിർ ബാഖി ഉസ്താദ് അവർ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹു തആല അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.